ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നമ്മുടെ ടൂട്ടാ പഹ്യ എന്ന് പറയുന്ന ധർമ്മവീർ ഭാരതിയുടെ ആ കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ്. നമുക്ക് വരുന്നൊരു ചോദ്യം എന്താണ്? ആശയം എഴുതുക. എങ്ങനെയാണ് ആ ചോദ്യം വരും? ഓർമ്മയുണ്ടോ? അല്ലെ, കവി ഓർ കവിതാ കാ പരിചയ ദേते हुए അല്ലെ, കവിതാ ഭാഗ കാ യാ പാടുവാ കാ പങ്ക്തിയോं का ആശയ ലിഖിയേ എന്നാണ് ചോദ്യം വരിക. അല്ലെ, അപ്പൊ ആ ചോദ്യത്തിലേക്ക് ഒന്ന് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിക്കുക. ആ ചോദ്യം വരുമ്പോൾ നമുക്കറിയാം, ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്, എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ അല്ലെ 3 പാരഗ്രാഫായിട്ട് നമ്മൾ ഇതിൽ എഴുതണം. അല്ലെ, എത്ര പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്? 3 പാരഗ്രാഫായിട്ട് എഴുതണം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ആദ്യത്തെ പാരഗ്രാഫിൽ കവിയെ കുറിച്ച് എഴുതണം. പിന്നെയോ കവിതയുടെ ശൈലി അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയെ കുറിച്ച് എഴുതണം. അല്ലെ, നമ്മളൊന്ന് എഴുതി നോക്കാം. ടൂട്ടാ പഹ്യ, അല്ലെ, ടൂട്ടാ പഹ്യ ധർമ്മവീർ ഭാരതി का കവിത ഹെ. അല്ലെ, അപ്പൊ പല തരത്തിൽ ആദ്യത്തെ വാചകത്തെ നമുക്ക് കൺസീവ് ചെയ്യാം. ഒന്നാമത്തെ വാചകം ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്താണ്? ടൂട്ടാ പഹ്യ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. അല്ലെ, രണ്ടാമത്തെ വേണമെങ്കിൽ ഇതിനെ തന്നെ ഒന്ന് ചെറിയ ചേഞ്ച് വരുത്തി നമുക്ക് എഴുതാവുന്ന എന്താണ്? നോക്കൂ, ടൂട്ടാ പഹ്യ കാ അല്ലെ രചയിത. അല്ലെ, ടൂട്ടാ പഹ്യയുടെ രചയിതാവ് ശ്രീ, അല്ലെങ്കിൽ മുന്നിൽ എന്ത് ചേർക്കാം നമുക്ക്? ഹിന്ദി കെ, അല്ലെ, ഹിന്ദിയിലെ മഷഹൂർ. അല്ലെ, ഇനി മഷഹൂർ കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ എന്താ എഴുതേണ്ടത്? പ്രശസ്ത എന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പോ മഷഹൂർ കവി, രചയിത ഹിന്ദി കെ മഷഹൂർ കവി ശ്രീ. അല്ലെ, ചില കുട്ടികൾക്ക് ഇപ്പോഴും ശ്രീ എന്ന് എഴുതാൻ ചില ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ മാഷ്ക്കറിയാം. ശ്രദ്ധിക്കുക, ശ്രീ എന്നിങ്ങനെയാണ് എഴുതുക കേട്ടോ. ശ്രീ ധർമ്മവീർ ഓക്കെ ഭാരതി ഹേ. അല്ലേ, അപ്പോ ആദ്യത്തെ ഒന്നുകൂടി വായിക്കുന്നു. ടൂട്ടാ പഹ്യ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ്. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ടൂട്ടാ പഹ്യയുടെ രചയിതാവ് ഹിന്ദിയിലെ പ്രശസ്തനായ കവി ശ്രീ ധർമ്മവീർ ഭാരതി ആണ്. അടുത്ത വാചകത്തിലേക്ക് പോവുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു വാചകമാണ് നിങ്ങൾക്ക് സത്യത്തിൽ എഴുതേണ്ടതുള്ളൂ. 2 ടൈപ്പ് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനി നോക്കുക, അടുത്ത വാചകത്തിലേക്ക് വന്നാൽ, ഇത് അല്ലെ ഒരു എന്ത് തരം രചനയാണ്? ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒക്കെ പറയുമോ? മനസ്സിലെങ്കിലും പറയണത് കേൾക്കുമ്പോ അല്ലെ, എന്താണ്? പ്രതീകാത്മകമായ കവിതയാണ്. അല്ലെ, പ്രതീകാത്മകമായ കവിത. അല്ലെ, പ്രതീകാത്മക കവിത ഹേ. ഇതൊരു പ്രതീകാത്മകമായ കവിതയാണ്. അല്ലെ, ഇനി നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഇത് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതും അല്ലെ സംസാരിച്ചതും ചർച്ച ചെയ്തതും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇതിനകത്തെ പ്രതീകങ്ങൾ എവിടെ നിന്ന് എടുത്തതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അപ്പൊ നമ്മൾ ഇതിലെ ഇതെങ്ങനെ എഴുതുക? ഇസ്കേ. അല്ലെ, ഇസ്കേ. അല്ലെ, അപ്പൊ നേരത്തെ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ യഹ് പ്ലസ് കെ ആണ് ഇസ്കെ എന്നൊക്കെ ഉള്ളത് ഓർമ്മയിലുണ്ടാവും. അല്ലെ, ഇസ്കെ ഇതിലെ പ്രതീകങ്ങളെ അല്ലെ, പ്രതീക എവിടെ നിന്ന് എടുത്തതാണ്? മഹാഭാരത അല്ലെ പുരാണ് സേ. ഇനി നോക്കാം മക്കളെ, മാഷ് ഇവിടെ ഒരു പാസ്റ്റ് ഫോം എഴുതുകയാണ്. ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക. അല്ലെ, ലേന എന്ന് പറഞ്ഞാൽ ടേക്കിംഗ്, എടുക്കുക. ടേക്കൺ എന്ന് പറയണം. അല്ലെ, എടുത്തിട്ടുണ്ട് എന്ന് പറയണം. അല്ലെ, അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? ലേനായുടെ പാസ്റ്റ് ഏതാണ്? ലിയ എന്ന് ഇവിടെ എഴുതണം. അല്ലെ, അപ്പൊ ലിയ ഗയാ ഹേ, എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെ, ക്ലിയർ? ഒന്നുകൂടി പറയുന്നു. ടൂട്ടാ പഹ്യയുടെ രചയിതാവ് ഹിന്ദിയിലെ പ്രശസ്തനായ കവി ശ്രീ ധർമ്മവീർ ഭാരതിയാണ്. ഇത് ഒരു പ്രതീകാത്മകമായ കവിതയാണ്. ഇതിലെ പ്രതീകങ്ങൾ മഹാഭാരത പുരാണത്തിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെ, ഇനി നോക്കാം, ഇസ്മേം എന്ന് മാഷ് എഴുതുകയാണ്. ഇസ്മേം എന്ന് സാർ എഴുതുകയാണ്. എങ്ങനെയാണ് ഇസ്മേം എന്നത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ക്ലാസ് കണ്ടവർക്കും ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ച ആൾക്കാർക്കും ഒക്കെ ഓർമ്മയുണ്ടാവും. യഹ് വരുമ്പോഴാണ് അല്ലെ ഇസ് വരിക. അല്ലെ, അപ്പോ യഹ് പ്ലസ് മേം ആണ് എന്ത് വരിക? ഇസ്മേം എന്ന് വരിക. എന്താ മീനിങ്? ഇതിൽ എന്നാണ് ഇവിടുത്തെ മീനിങ്. അല്ലെ, അപ്പൊ ഏതിൽ? കവിതയിൽ എന്ന മീനിങ് ആണ്. അല്ലെ, അപ്പൊ ഇതിൽ എന്താണ്? ടൂട്ടാ പഹ്യ, ഇതില് അല്ലെ പൊട്ടിയ ചക്രം എന്താണ്? എന്തിന്റെ പ്രതീകമാണ്? അല്ലെ, സാധാരണ എന്താണ്? ആം ആദ്മി. അല്ലെ, ആം ആദ്മി का പ്രതീക് ഹേ. അപ്പൊ ആം ആദ്മി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്?
സാധാരണ മനുഷ്യൻ എന്നാണ്. മറ്റൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ലഘുമാനവ്. എന്താണ് ലഘുമാനവ്? ചെറിയ മനുഷ്യൻ, അല്ലെ? പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ ടൂട്ടാ പഹിയ ആം ആദ്മി കാ പ്രതീക് ഹേ. ഇതാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യങ്ങൾ. ഇനി മാഷ് അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. അടുത്ത പാരഗ്രാഫ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. നോക്ക, അടുത്ത പാരഗ്രാഫ്. ടൂട്ടാ പഹിയ, അല്ലേ? പൊട്ടിയ ചക്രം. കഹ്താ ഹേ കി, അല്ലേ? പറയുകയാണ് എന്തെന്നാൽ. എന്താണ്? എന്നെ, അല്ലേ? മുझे ഫേം കോ മത്, എന്നെ വലിച്ചെറിയരുത്. യഹാം, എന്താ യഹാം എന്നുള്ള അർത്ഥം? ഇവിടെ, അല്ലെ? ഇവിടെ. യഹാം അഭിമന്യു, അല്ലെ? അഭിമന്യു, അഭിമന്യു ആരുടെ പ്രതീകമാണ്? അധർമ്മ, അധർമ്മ, അല്ലെ? അധർമ്മക്കെ വിരോധ, വിരോധ, അല്ലെ? കർണേവാലെ, കർണേവാലെ ചെയ്യുന്നവരായ, എതിർക്കുന്നവരായ എന്നാട്ടോ, അല്ലെ? അധർമ്മം, എന്താണ്? അധർമ്മത്തിനെ എതിർക്കുന്നവരായിട്ടുള്ള, അല്ലെ? യുവകോം ഖാ പ്രതീക ഹേ, അല്ലെ? അപ്പൊ എന്താണ്? ടൂട്ടാ പഹിയ, പഹിയ ശ്രദ്ധിച്ചിരിക്കണം. ടൂട്ടാ പഹിയ അനുപയോഗി. എന്താണ്? അനുപയോഗി ചീസ് ഹേ. എന്താണ് അനുപയോഗി എന്ന് പറഞ്ഞാൽ? എന്താ ഇംഗ്ലീഷ്? എന്താ? യൂസ്ലെസ് എന്നാണ്, അല്ലെ? യൂസ്ലെസ് ആണ്. അപ്പോ അനുപയോഗിയായ ഒരു സാധനമാണ്. കാരണം പൊട്ടിയ ചക്രത്തിന് നമുക്ക് ചക്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം? നമ്മൾ അതിനെ വലിച്ചെറിയും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അറിയുന്നത് കൊണ്ട് ടൂട്ടാ പയ്യ എന്താ പറയുന്നത്? എന്നെ വലിച്ചെറിയരുതെന്ന് പറയാണ്, അല്ലെ? അപ്പൊ അനുപയോഗി ചീസ് ഹേ. ഒറ്റ നോട്ടത്തിൽ ടൂട്ടാ പയ്യ ഒരു ഉപയോഗമില്ലാത്ത സാധനം, അതിനെ വലിച്ചെറിയാനേ പറ്റുള്ളൂ. പക്ഷേ അതിന് തൊട്ടടുത്ത വരിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന ജാനേ, അല്ലെ? ക്യാ ജാനേ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, അല്ലെ? അങ്ങനെയാണ് വരി. ആർക്കറിയാം ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അല്ലെ, എന്നെ ഉപയോഗിക്കാൻ ചിലപ്പോൾ വേണ്ടി വരും എന്ന് അറിയാം, അല്ലെ? അപ്പൊ ഇവിടെ പറയണേ അനുപയോഗി ചീസ്. ഒറ്റ നോട്ടത്തിൽ എന്താണ്? ടൂട്ടാ പയ്യ ഒരു അനുപയോഗിയായ, ഉപയോഗമില്ലാത്ത ചീസാണ്. നോക്ക, ഇസ് ദുനിയാമി, ഇസ് ദുനിയാമി, ഈ ലോകത്തിൽ, അല്ലെ? ഈ ലോകത്തിൽ കിസ്കോ, ആർക്ക്, किसको, कब उपयोग होता है, हमें नहीं जानते. संसार में, अले संसार में കിസി ഭി ചീസ്, എന്താ കിസി ഭി ചീസിന്റെ അർത്ഥം? ഏതൊരു വസ്തുവും, ലോകത്ത് ഏതൊരു വസ്തുവും അനുപയോഗി, എന്താ അനുപയോഗി? ഉപയോഗമില്ലാത്ത. ചീസ്, ചീസ് നഹീം ഹേ, ഉപയോഗമില്ലാത്തതായിട്ട് ഒരു സാധനവും സത്യത്തിലില്ല, അല്ലെ? നമ്മൾ പഠിച്ച പാഠഭാഗത്തിന്റെ പിറകിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തില്, അല്ലെ, ഒരു ചെരുപ്പിന്റെ വാറിൽ, അല്ലെ, മഴവെള്ളത്തില്, പുഴവെള്ളത്തിൽ, പ്രളയത്തിൽ അതിന്റെ മുകളിൽ നിന്ന് സഞ്ചരിക്കുന്ന ഒരു കുഞ്ഞു പക്ഷി അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ചിത്രം കണ്ടിട്ടുണ്ട്, നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ അത് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അല്ലെ? ആ മെസ്സേജിനെ തന്നെ പിൻപറ്റിക്കൊണ്ടാണ് ഈ കവിതയും വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആർക്കാണ്, എന്താണ്, എപ്പോഴാണ് ഉപയോഗത്തിൽ വരിക എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയില്ല. അപ്പൊ എല്ലാവരാലും തള്ളപ്പെട്ട, അവഗണിക്കപ്പെട്ട, അല്ലെ? അതിനൊരു വാക്ക് നമുക്കറിയാം, ഉപേക്ഷിത് എന്നാണ് ആ വാക്ക്, അല്ലെ? എങ്ങനത്തെ മനുഷ്യനാണ്? ഉപേക്ഷിത് മാനവ് എന്നാണ് പറയുന്നത്, അല്ലെ? ടൂട്ടാ പഹിയ എങ്ങനത്തെ മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞത്? ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. എന്താ എന്ന് പറഞ്ഞാൽ എന്താ? അവഗണിക്കപ്പെട്ട മനുഷ്യരാണ്. അപ്പോ ഹമാരെ സമാജമേ, അല്ലെ, ഹമാരെ ദുനിയാമേ ऐसे अनेक लोग हैं, ഉപേക്ഷിത് ലോഗ് हैं, അല്ലെ? ഒരുപാട് അത്തരം ആളുകളുണ്ട്. टूटा पहिया इन सबका प्रतिनिधित्व करता है, या प्रतिनिधि है या प्रतीक है.
അല്ലെ? ഈ ടുട്ടാപ്പയ്യ ഇവരെല്ലാവരുടെയും പ്രതീകമാണ്. ഇങ്ങനെ അവഗണിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും പ്രതീകമാണ്. അപ്പോ നമുക്കൊരു ആസ്വാദന കുറിപ്പാണ് എഴുതുന്നുണ്ടെങ്കിലും ആശയമാണ് എഴുതേണ്ടതെങ്കിലും നമുക്ക് എഴുതാവുന്ന നമ്മുടേതായ ചില അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നോക്കുക, ആദ്യത്തെ മുതൽ ഞാനൊന്ന് വായിച്ചു പോവുകയാണ്. ടുട്ടാപ്പയ്യ കേട്ടാഹേക്ക്, ടുട്ടാപ്പയ്യ പറയുകയാണ് എന്തെന്നാൽ മുജേ ഫേങ്കോമത്, എന്നെ വലിച്ചെറിയരുത്. അപ്പൊ ഇതിന് മുൻഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ഭാഗമുണ്ട്, നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ആണ് എന്തെന്നാൽ, ഉണ്ടോ അല്ലെ? കഹ്താ ഹേ കി എന്നാണ്, പറയുകയാണ് എന്തെന്നാൽ. മുജേ ഫേങ്കോമത്, എന്നെ വലിച്ചെറിയരുത്. യഹാം അഭിമന്യു, ഇവിടെ അഭിമന്യു അധർമ്മ കെ വിരോധി കർണേ വാല് യുവകോ കാ പ്രതീക് ഹേ. ഇത്ര നീട്ടി എഴുതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ചുരുക്കി എഴുതാം. എന്താണ്? അധർമ്മ കാ വിരോധി ഹേ, അവിടെ കഴിഞ്ഞു. പരമാവധി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ടുട്ടാപ്പയ്യ അനുപയോഗി ചീസ് ഹേ, ഉപയോഗമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോ ഈ ദുനിയാമേ കിസ്കോ, ആർക്ക്, കബ്, എപ്പോൾ, ആരെ, ഉപയോഗ ഹോത്തായ, ഉപയോഗം വരുമെന്ന് ഹമേ നഹീം ജാൻതേ, നമുക്കറിയുകയില്ല അല്ലെ? ഹമേം നഹീം ജാൻതേ എന്നാണ്, നമുക്കറിയുകയില്ല. സംസാർ മേ കിസി ഭി ചീസ് അനുപയോഗി ചീസ് നഹീ ഹേ. അപ്പൊ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന എന്താണ്? ടുട്ടാപ്പയ്യ കഹ്താ ഹേ കി, അല്ലെ? ടുട്ടാപ്പയ്യ അവസാനത്തിൽ, ഈ കവിതയുടെ അവസാനം പറയുന്നത് എന്താണ് അല്ലെ? ലാസ്റ്റ് പറയുന്നുണ്ട് സത്യം, അല്ലെ? ഒരുപക്ഷെ എന്നെ ആശ്രയിക്കേണ്ടി വന്നാലോ എന്നാണ് ലാസ്റ്റ് നമ്മുടെ കവിതയിൽ പറയുന്നത്, അല്ലെ? അപ്പോ ഇത്രയുമാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ എഴുതി വെക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും വായിച്ചിട്ട് ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ പോകുന്നു. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇസ് കവിതാമേ, അല്ലെ? ഈ കവിതയിൽ, ഇസ് കവിതാമേ കവി धर्मवीर भारती ने, कवि धर्मवीर भारती अनेक सामाजिक समस्याओं की ओर संकेत देता है. ശ്രദ്ധിക്കുക, ഈ കവിതയിൽ കവി ധർമ്മവീർ ഭാരതിനെ അനേകം സാമൂഹിക പ്രശ്നങ്ങൾ, എന്താ സാമാജിക സമസ്യയുടെ അർത്ഥം എന്താ? സോഷ്യൽ അല്ലെ ഇഷ്യൂസ് എന്താണ് അല്ലെ? അപ്പൊ സോഷ്യൽ ഇഷ്യൂസിന് നേരെ, കി ഓർ നേരെ സൂചന നൽകുന്നുണ്ട്. അപ്പൊ ഭ്രഷ്ടാചാർ വാക്ക് ചിലപ്പോൾ പുതിയതായിരിക്കാം. ഭ്രഷ്ടാചാറിന്റെ അർത്ഥം എന്താണ്? അഴിമതി എന്നാണ് അർത്ഥം അല്ലെ? ഭ്രഷ്ടാചാർ അഴിമതിയാണ്. सो कि और संकेत देता है. अधर्म और अनीति के विरुद्ध लड़ने को कहता है അല്ലെ? പൊരുതാൻ വേണ്ടി പറയുകയാണ് അല്ലെ? അടുത്തത് എന്താ പറയാ? നയി പീഡി കോ അല്ലെ? ആം जनता का वादा है कि वे उनके साथ हैं. ഇവിടെ പറയാണ് എന്താണ്? പുതിയ തലമുറയ്ക്ക് അല്ലെ സാധാരണ ജനങ്ങളുടെ വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം? പ്രോമിസ് അല്ലെ? പ്രോമിസ് ആണ് എന്ത്? വേ അവർ അവരുടെ കൂടെ ഉണ്ടാകും. ആരുടെ കൂടെ ഉണ്ടാവുക? സാധാരണ ജനങ്ങൾ ആരുടെ കൂടെ ഉണ്ടാവും? ആരാണോ അനീതിക്കെതിരെ പൊരുതുന്നത് അവർക്ക് കൂടെ ഉണ്ടാകും. അഭിമന്യുവോ കെ നയി അഭിമന്യുവോ കെ സാത്ത് ഹോങ്കെ എന്നാണ് അല്ലെ? പുതിയ
ചെറുപ്പക്കാരായിട്ടുള്ള അനീതിക്കെതിരെ പൊരുതുന്ന ആൾക്കാരുടെ ഒപ്പം ഉണ്ടാകുമെന്നാണ്. അപ്പൊ നമ്മൾ നോക്കാം, യഹ് കവിത, യഹ് അല്ലെ, യഹ് കവിത ഗഹരാ അല്ലെ, ഗഹരാ अर्थ, इस कविता गहरा अर्थ, इस कविता में ले, इस कविता में गहरा अर्थ है. ഈ കവിതയിൽ അല്ലെ ആഴമേറിയ അർത്ഥമുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ തൽക്കാലം മൂന്നാമത്തെ സ്റ്റാൻസ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ടൂട്ടാപ്പഹ്യ എന്ന് പറയുന്ന ഇതിനകത്തെ വരികൾ, വ്യത്യസ്തമായ വരികളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റാൻസ ആയിരിക്കാം, അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ആയിരിക്കാം. അപ്പൊ ആ സ്റ്റാൻസയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം മൊത്തത്തിൽ കവിതയുടെ ആകെ മൊത്തം അർത്ഥം എഴുതുക എന്നതല്ല. എന്താണോ തരുന്ന ഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ആദ്യ ഭാഗത്ത് അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്തെ ഹുയെ കിസി എന്ന് പറഞ്ഞ് ദുസ്സാഹസി അഭിമന്യു ആക്കെ ഗിർജ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് ദുസ്സാഹസി അഭിമന്യു ആരാണ് അല്ലെ, ആരുടെ പ്രതീകമാണ് എന്ന് നമുക്ക് എഴുതേണ്ടി വരും. അതേപോലെ ടൂട്ടാപ്പഹ്യ എന്താണ് പറയുന്നത് എന്ന് എഴുതേണ്ടി വരും അല്ലെ. എനിക്ക് അപ്പോൾ എന്തിനു പറ്റും എന്നാ ടൂട്ടാപ്പഹ്യ പറയുന്നത് ഓർമ്മയുണ്ടോ? ബ്രഹ്മാസ്ത്രങ്ങൾക്കെതിരെ ലോഹാലേ ശക്താഹുവും എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മാസ്ത്രം എന്താണ് നമ്മൾ പ്രതീകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മഹാശക്തിയാണ്. എന്തൊക്കെയാ മഹാശക്തി പഠിച്ചിട്ടുണ്ട് അല്ലെ, ധൻ ഒരു മഹാശക്തിയാണ് അല്ലെ. അപ്പോ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ശക്തികൾക്കെതിരെ സാധാരണ ജനങ്ങളായ ഞങ്ങൾ, ടൂട്ടാപ്പഹ്യ എന്ന് പറയുന്നത് പൊട്ടിയ ചക്രാണ്. സത്യത്തിൽ പൊട്ടിയ ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിയ ജീവിതങ്ങളുടെ പ്രതീകമാണ് ഇവർ മുഴുവനും അല്ലെ. അവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചിട്ടില്ല, സ്വപ്നങ്ങൾ സഫലമായിട്ടില്ല, അടിമകളെ പോലെ ജീവിച്ച് മരിച്ച വലിയ ഒരു വിഭാഗം ജനങ്ങൾ, ആദിവാസി ലോക് ഹേ ഹമാരെ ഭാരത് കെ അന്തർ അല്ലെ, ദലിത് ലോക് ഹേ അല്ലെ, ദളിതരായ ആളുകളുണ്ട്, ഔറത്തേം ഹയും അല്ലെ, എത്രയോ ആളുകളുണ്ട്, അനേക് പീഡിത് ലോക് ഹേ യെസ് ദുനിയാമേ ഓർ ഹമാരെ ഭാരത് കെ അന്തർ ബി, നമ്മുടെ അല്ലെ ഇന്ത്യക്ക് അകത്തും ധാരാളം ആളുകളുണ്ട്. യേ ലോഗോं को क्या चाहिए, ആസാദി चाहिए. പിന്നെന്താ വേണ്ടത്? അവർക്ക് അർഹമായ പരിഗണനയൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അവര് പറയുകയാണെന്ത്, അനേക് സച്ചായി അല്ലെ, ഒരുപാട് സത്യങ്ങൾ എന്തുണ്ട്, ഹം ദേഖ്യായും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചതികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉസ് സമയ ഹം മൂക്ക് രഹേ എന്ന് പറയുന്നത് അല്ലെ. സത്യത്തിൽ ഞങ്ങൾ ആരായി മാറി? മൗനികളായി മാറി, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നൗ അല്ലെ, അഭിമന്യു നൈ കാൽ കെ അഭിമന്യു ആപ് ജൈസെ തും ജൈസെ യുവാ ലോക് ആയേ ഹൈ, നിങ്ങളെ പോലുള്ള യുവാക്കൾ വന്നിട്ടുണ്ട്. ഹം തയ്യാർ ഹൈം മദദ് കർണേ കെ ലിയേ അല്ലേ, ഞങ്ങൾ തയ്യാറാണ്. ആര്? ടൂട്ടാപ്പഹ്യ എന്ന് പറയുന്ന ഞങ്ങളൊരു വിഭാഗത്തെ കുറിച്ചാണ് പ്രതിനിധീകരിക്കുന്നത്. സാധാരണ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നു. ടൂട്ടാപ്പഹ്യ പറയുന്നു എന്താണ്? ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല, സ്വാധീനമില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സത്യമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. സച്ചായി ഹമാരെ പാസ് അല്ലെ, സച്ച് ഹംനെ ദേഖാ ഹൈ, ചതി കൊണ്ടാണ് അഭിമന്യുവിനെ കൊന്നത് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ പുതിയ അഭിമന്യു വരുന്നു. പുതിയ അഭിമന്യുമാർ വരുമ്പോൾ നൈ പീഡി, യുവാ പീഡി അല്ലെ, യുവതലമുറ, അവിടെ പ്രതിനിധികളാണ് അല്ലെ പുതിയ ആൾക്കാർ. അവർ വരുമ്പോ ഹം മദദ് കർണേഗരെ തയ്യാർ ഹേ, പണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാനാകുന്ന നമ്മൾ ആ കഥയെ കുറിച്ചൊന്ന് ബേസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഭംഗിയായി എഴുതാൻ പറ്റും. മഹാഭാരത കഥയിൽ, മഹാഭാരത് പുരാൺമേ എന്താ സംഭവിക്കുന്നത്? അവസാന ഘട്ടത്തിൽ അല്ലെ ഇത് പിന്നെ അതിക്രമിച്ച് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ചക്രവ്യൂഹം ഭേദിക്കുമ്പോൾ ആ അവസാന ഘട്ടത്തിൽ അവന്റെ കയ്യിലുള്ള ആ രഥത്തിന്റെ ചക്രം മാത്രമാണ് അഭിമന്യുവിനെ സഹായിക്കാനുണ്ടാവുന്നത്. അത് പൊട്ടി തകർന്നു പോവുകയാണ്. അതോടുകൂടിയിട്ട് അഭിമന്യുവിനെ വധിക്കുകയാണ്, കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ നിസ്സഹായനായി അവസാനത്തിൽ പോലും സഹായിക്കാൻ കഴിയാതിരുന്ന ടൂട്ടാപ്പഹ്യ ഇന്ന് പറയുന്നു, ഇന്ന് ഒരിക്കൽ കൂടി വന്നാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, അതിന്റെ ആത്മവിശ്വാസം നൽകുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ടൂട്ടാപ്പഹ്യ ഹംസെ യാ ആജ്കൽ കെ യുവാ പീഡിയോं को कहता है. എന്താ പറയുന്നത്? आप लोग എന്താണ്? ധൈര്യസേ ആകെ ബഡോ എന്നാണ് അല്ലെ. നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. മേ സാത്ത് ഹൂം അല്ലെ. നമുക്ക് എഴുതാം, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇത് വേഗത്തിൽ വായിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇസ് കവിതാമേ കവി ധർമ്മവീർ ഭാരതി ने अनेक सामाजिक समस्याओं की ओर നേർക്ക് നേരെ संकेत देना എന്താണ്?
സൂചിപ്പിക്കുക, സങ്കേത് ദത്തായ സൂചിപ്പിക്കുന്നുണ്ട്. അധർമ്മ ഓർ അനീതി കെ വിരുദ്ധ, അല്ലെ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കെ വിരുദ്ധ? അഗെയിൻസ്റ്റ്, അധർമ്മത്തിനും അനീതിക്കുമെതിരെ. ലഡ്നെ കോ കേത്തായ, പൊരുതുന്നതിന്, അല്ലെ? പൊരുതുന്നതിന് പറയുകയാണ്. നൈ പീഡിക്കോ, പുതിയ തലമുറയ്ക്ക്. ആം ജനതാക്ക വാദാഹയ്ക്ക്, പാവപ്പെട്ട മനുഷ്യരുടെ, സാധാരണ ജനങ്ങളുടെ പ്രോമിസ് ആണ്. എന്തെന്നാൽ വേ ഉൻകെ സാത്ത് ഹൈം, അവർ അവരുടെ കൂടെയുണ്ട്. ആരുടെ കൂടെയുണ്ട്? ഇവിടെ അവർ എന്ന് പറയുന്ന ആരാണ്? ഇവിടെ സാധാരണ ജനങ്ങളാണ്, അല്ലെ? അവരുടെ എന്ന് പറയുമ്പോൾ ആരുടെ ആയിരിക്കും? പുതിയ യുവാക്കളുടെ കൂടെയുണ്ട്. യഹ് കവിതാമേ, ഈ കവിതയിൽ ആഴമേറിയ അർത്ഥമുണ്ട്. ഒരുപാട് വിപുലമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ക്രിസ്പിയായി എഴുതിയിട്ടുള്ളൂ. ചിലത് എഴുതിയിട്ടുണ്ട്, അതല്ലാത്തത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അതിനപ്പുറത്തെ കുറെ കാര്യങ്ങൾ കൂടി ഞാൻ ഓറലി മാഷ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നന്നായി ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. സന്തോഷം.